പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് വെറുതെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ വെറുതെ അങ്ങ് വായിച്ചു വിടും അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ വായിച്ചിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ ടോപ്പിക്സ് വായിക്കുമ്പോഴും ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ തന്നെ കുറേ കുട്ടികളുടെ ഒരു മെയിൻ ആയിട്ടുള്ള സംശയമാണ്, എന്തിനാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്, അല്ലെങ്കിൽ മാത്സിൽ ഞാൻ എന്തിനാണ് ഈ ഇക്വേഷൻ പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഡെയിലി ലൈഫിൽ നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളും. അത് മാത്സ് ആയിക്കഴിഞ്ഞാലും ബേസിക് സയൻസ് ആയിക്കഴിഞ്ഞാലും ഏത് സബ്ജക്റ്റ് ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൂടെ പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ് 6 യുവ ബാച്ചിലുള്ളത്. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്ന സമയത്ത് എന്തിനാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്, എന്തൊക്കെയാണ് ഡെയിലി ലൈഫുമായിട്ട് ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സും ആ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു തരുന്നത്. വെറുതെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ വെറുതെ വായിച്ചു വിടുകയല്ല ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരാം. സോ നമ്മുടെ യുവ ബാച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ട്. ഇനി ലൈവ് ക്ലാസ് കാണാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും. ഇനി ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടും കാര്യങ്ങളും PDF നോട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് വർക്ക്ഷീറ്റ്. അല്ലെ, നമ്മുടെ സിലബസ് ഒക്കെ മാറിയിരിക്കുകയാണ്. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സിലും നിങ്ങൾ പുതുതായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും ടൈം പോകും. അപ്പൊ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഷീറ്റിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് ഇംഗ്ലീഷ് മീഡിയം ആയിക്കഴിഞ്ഞാലും മലയാളം മീഡിയം ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വർക്ക്ഷീറ്റിലൂടെ കുറേ അധികം ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എക്സാമിനോടുള്ള ഭയങ്കരമായിട്ടൊരു പേടി. അപ്പൊ എക്സാം പേടി മാറ്റണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എക്സാം എഴുതണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എക്സാം എഴുതാൻ വേണ്ടി സ്കൂൾസിൽ ഡെയിലി നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടായിരിക്കും, പിന്നെ മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എക്സാമിനോടുള്ള ഒരു പേടിയും പോകും. പിന്നെ എക്സാമിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും പറ്റും. സോ ഇതുവരെ ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഇനി ലേറ്റ് ആയോ എന്ന് ഡൗട്ടുള്ള കുട്ടികളോട് പറയാനുള്ളത്, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ ബെസ്റ്റ് ആയിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് 6 യുവ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. വേഗം തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ. നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ സെറ്റ് ആയിട്ട് കോൺസെപ്റ്റ് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കാം.